ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ പ്രത്യേകിച്ച് UPI ആപ്പുകൾ മുഖേന നടത്തുന്ന പണമിടപാടുകൾ അപകടമോ അവ നിങ്ങളെ കടക്കണിയിലേക്ക് തള്ളിയിടുമോ? വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക. ഡ്രീം സ്റ്റേറ്റിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ പ്രത്യേകിച്ച് UPI ആപ്പുകൾ മുഖേന നടത്തുന്ന പേയ്മെൻറ്റുകൾ നമ്മളെ കടക്കണിയിലേക്ക് തള്ളിയിടുമോ എന്നതാണ് ചോദ്യം. UPI ആപ്പുകൾ എന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ആമസോൺ പേ, ഭീം ആപ്പ് തുടങ്ങിയവയൊക്കെയാണ്. ഇത്തരം UPI ആപ്പുകൾ ഉപയോഗിച്ച് ദിവസേന നടത്തുന്ന പണമിടപാടുകൾ അപകടമാണോ എന്നതാണ് ചോദ്യം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വെങ്കടേഷ് എന്നൊരു വ്യക്തിയുടെ ഇതിനെക്കുറിച്ചുള്ളൊരു പോസ്റ്റ് വലിയ ചർച്ചയായിരിക്കുകയാണ്. എക്സിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ പോസ്റ്റിന്റെ അർത്ഥം ഇതാണ്: UPI ഉപയോഗിക്കുന്നത് ഉടനെ നിർത്തൂ. അത് എന്തുകൊണ്ടാണെന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ എന്നോട് നന്ദി പറയും. ഇതായിരുന്നു ആ പോസ്റ്റ്. ഇതിനെ ഒട്ടേറെ വ്യക്തികൾ പലതരത്തിലുള്ള മറുപടികൾ രേഖപ്പെടുത്തിയെങ്കിലും അവയിൽ ശ്രദ്ധേയമായ ചില മറുപടികൾ ഇവയായിരുന്നു. നിങ്ങൾ UPI ഉപയോഗിക്കുമ്പോൾ പണം എന്നത് വെറും അക്കങ്ങളായിട്ട് മാത്രമേ നിങ്ങൾക്ക് തോന്നുകയുള്ളൂ. ഉദാഹരണമായി നിങ്ങളൊരു UPI ആപ്പ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുമ്പോഴോ അല്ലെങ്കിൽ 500, 1000, 1500, 2000 അല്ലെങ്കിൽ 5000 എന്നിങ്ങനെ അക്കങ്ങളിലായി രേഖപ്പെടുത്തി പണം അയക്കുകയോ ചെയ്യുമ്പോൾ എത്ര പണമാണ് UPIയിലൂടെ ചെലവായി പോകുന്നതെന്ന വസ്തുത നിങ്ങൾ അറിയുകയേയില്ല. മറിച്ച് ഓരോ പ്രാവശ്യവും നിങ്ങൾ പേഴ്സിൽ നിന്നാണ് പണം എടുത്ത് ചെലവഴിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച്, അങ്ങനെ ചെലവാക്കുന്ന പണത്തെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ബോധവാനായിരിക്കും. UPI ആപ്പുകൾ ഉപയോഗിച്ച് പണം ചെലവഴിക്കുന്ന പോലെ നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ പേഴ്സിൽ നിന്നോ പണം വാരിക്കോരി ചെലവഴിക്കാൻ തോന്നില്ല എന്നർത്ഥം. ഇത്തരത്തിലുള്ള ഒട്ടേറെ അഭിപ്രായങ്ങൾ പലരും ആ പോസ്റ്റിന് താഴെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ ശരിയാണെന്ന് നമുക്ക് പറയാം. UPI ആപ്പുകൾ വളരെയേറെ ജനപ്രിയമായതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. ഒന്ന്, UPI ആപ്പുകൾ ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റുകൾ വളരെ എളുപ്പത്തിൽ നിർവഹിക്കാൻ സാധിക്കുമെന്നതാണ്. ഉദാഹരണമായി 10 രൂപയുടെ, 50 രൂപയുടെ അല്ലെങ്കിൽ 100 രൂപയുടെ, 200 രൂപയുടെയൊക്കെ പേയ്മെൻറ്റുകൾ നിഷ്പ്രയാസം നമുക്ക് നടത്താൻ സാധിക്കും. ചില്ലറ ക്ഷാമമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. വ്യാപാരികളും ഉപഭോക്താക്കളും ചില്ലറ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. ചില്ലറ ക്ഷാമം ഒഴിവാക്കുന്നതിന് UPI ആപ്പുകൾ വ്യാപാരികളെയും ഉപഭോക്താക്കളെയും വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രാവേളകളിൽ വളരെയധികം പണം നമ്മൾ കയ്യിൽ സൂക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. UPI ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും പേയ്മെൻറ്റുകൾ നടത്താൻ സാധിക്കും. മറിച്ച് കയ്യിൽ വളരെയധികം പണം സൂക്ഷിക്കുകയാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം എപ്പോഴും ഉണ്ടാകാം. എന്നാൽ UPI ആപ്പുകൾ മുഖേന എവിടെയും എപ്പോഴും എത്ര തുകയുടെ പേയ്മെൻറ്റുകൾ വേണമെങ്കിലും നടത്താം എന്നതിനാൽ പണം കൊണ്ടു നടക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം. അതേസമയം UPI ആപ്പുകൾ മുഖേനയുള്ള പേയ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പണം ചെലവഴിക്കുന്നത് നമ്മൾ അറിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഒരു ദിവസം തന്നെ അനേകം തവണ നമ്മൾ UPI ആപ്പുകൾ ഉപയോഗിച്ച് പേയ്മെൻറ്റുകൾ നടത്താറുണ്ട്. ഇങ്ങനെ പണം ചെലവഴിക്കുന്നത് നമ്മൾ അറിയാത്തത് കൊണ്ട് തന്നെ അത് ഓവർ സ്പെൻഡിങ്ങിലേക്ക്, അതായത് അമിതമായി പണം ചെലവഴിക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമായി വെറുതെ ഇരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഈ ഷോപ്പിംഗ് സൈറ്റുകളിലേക്ക് നിങ്ങൾ കയറി നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലുമൊക്കെ ഷോപ്പിംഗ് സൈറ്റുകൾ നമ്മൾ കയറി നോക്കുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും പലപ്പോഴും പലരും വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രവണതയുണ്ട്. ഉദാഹരണമായി ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ മിന്ത്രയിലോ ഒക്കെ നമ്മൾ കയറി നോക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ പോലും അത് വാങ്ങുന്നതിനുള്ള ഒരു ടെംപ്റ്റേഷൻ നമുക്കുണ്ടാകും. ഉടനെ തന്നെ അത് വാങ്ങുകയും UPI മുഖേന പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഇത് UPI മുഖേനയാകാം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ മുഖേനയാകാം നമ്മൾ പേയ്മെൻറ്റുകൾ നടത്തുന്നത്. അതായത് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ ഉൽപ്പന്നം വാങ്ങുന്നതിനുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകുകയും ആ സെക്കൻഡിൽ തന്നെ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് UPI ആപ്പ് മുഖേന അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് മുഖേന നടത്തുകയും ചെയ്യുന്നു. എനിക്ക് മാത്രമല്ല സുഹൃത്തുക്കൾക്കുമൊക്കെ ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അശ്രദ്ധയോടെ അല്ലെങ്കിൽ യാതൊരുവിധ കണക്കുകൂട്ടലും ഇല്ലാതെയാണ് നിങ്ങൾ പണം ചെലവഴിക്കുന്നതെങ്കിൽ അത് ഏതൊരു വ്യക്തിയെയും തീർച്ചയായിട്ടും കടക്കണിയിൽ അകപ്പെടുത്തുന്നതാണ്. മറ്റൊരു വ്യക്തിയുടെ വളരെ രസകരമായ ഒരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു: ഓൺലൈൻ പേയ്മെൻറ്റുകൾ കാരണം പണം ചെലവഴിച്ചു പോകുന്നതിൻ്റെ വേദന നമ്മൾ അറിയുന്നില്ല. പണത്തിൻ്റെ മൂല്യം അറിയണമെങ്കിൽ അത് ക്യാഷായി തന്നെ ചെലവഴിക്കണം. അതായത് നമ്മുടെ സ്വന്തം പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം പേഴ്സിൽ നിന്നോ പണം എടുത്ത് ചെലവഴിച്ചാൽ മാത്രമേ പണം ചെലവഴിക്കുന്നതിൻ്റെ വേദന നമുക്കറിയാൻ പറ്റൂ എന്നാണ് ഒരു വ്യക്തി രേഖപ്പെടുത്തിയ ഒരു കമൻറ്റ്. മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു: UPI സംവിധാനം എന്നത് സാങ്കേതിക വിദ്യയുടെ വലിയൊരു മുന്നേറ്റമാണ്. ആ ഒരു പുതിയ സാങ്കേതിക വിദ്യയുമായി നമ്മൾ യോജിച്ചു പോകുന്നതിന് പകരം അതിനെ കുറ്റം പറയുന്നത് വെറും മണ്ടത്തരമാണ്. ഇത് വളരെയേറെ ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. കാരണം UPI സംവിധാനം അപകടമാണെന്ന് പറഞ്ഞ് UPI സംവിധാനത്തെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിനെ വളരെ യുക്തിയോടെ നമ്മൾ ഉപയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. യാതൊരുവിധ ശ്രദ്ധയുമില്ലാതെ പണം ചെലവഴിച്ചാൽ ആരും തന്നെ കടക്കണിയിലാകും. അതിന് UPI ആപ്പുകൾ തന്നെ വേണമെന്നില്ല. നിങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് ചെലവഴിച്ചാലും അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ചെലവഴിച്ചാലും അശ്രദ്ധയോടെയുള്ള പണമിടപാടുകളാണ് നിങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ യാതൊരുവിധ കണക്കുകൂട്ടലുകളും ഇല്ലാതെയാണ് പണം ചെലവഴിക്കുന്നതെങ്കിൽ
കടക്കണിയിലാകാൻ വളരെയധികം താമസമൊന്നും ഉണ്ടാകില്ല. പണം ചെലവഴിക്കുന്നതിന് മാത്രമായി UPI ആപ്പുകൾ ഉപയോഗിക്കാതെ പകരം നിക്ഷേപം നടത്തുന്നതിനും UPI ആപ്പുകൾ ഉപയോഗിക്കുക എന്നതാണ് മറ്റൊരു തന്ത്രം. ഇതൊരു മികച്ച നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പലപ്പോഴും UPI ആപ്പുകൾ പണം ചെലവഴിക്കുന്നതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മറിച്ച് നിക്ഷേപത്തിന് കൂടി അത് ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണമായി ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നതിന് പോലും UPI ആപ്പുകൾ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും എന്ന കാര്യം ശ്രദ്ധിക്കുക. UPI ആപ്പുകൾ മുഖേനയുള്ള അനാവശ്യ ചെലവുകൾ കുറയ്ക്കുന്നതിനുള്ള മറ്റൊരു നിർദ്ദേശം ഇതാണ്: UPI ആപ്പ് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ ഒരു നിശ്ചിത തുക മാത്രം ഒരു മാസം നിക്ഷേപിക്കുക. ആ തുക തീർന്നു കഴിഞ്ഞാൽ UPI ആപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. എന്നാൽ ഇതൊരു പ്രായോഗിക നിർദ്ദേശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മിക്ക വ്യക്തികളും തന്നെ 2ഉം 3ഉം UPI ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UPI ആപ്പ് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ ഒരു നിശ്ചിത തുക മാത്രം നിക്ഷേപിച്ച് ആ തുക മാത്രം UPI ആപ്പുകൾ മുഖേന ചെലവഴിക്കുക എന്നത് ഒട്ടും തന്നെ പ്രായോഗികമായ ഒരു നിർദ്ദേശമായി തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി വിവിധ UPI ആപ്പുകൾ ഉപയോഗിച്ച് അന്തവും കുന്തവും ഇല്ലാതെ പണം വാരിക്കോരി ചെലവഴിച്ച ശേഷം കടക്കാരനായി എന്ന് കരുതുക. ഇവിടെ UPI ആപ്പുകളാണോ യഥാർത്ഥ വില്ലൻ? ഒരിക്കലുമല്ല. മറിച്ച് UPI ആപ്പുകൾ ഉപയോഗിച്ച് പണം ചെലവഴിച്ച ആ വ്യക്തിയുടെ കുഴപ്പമാണ് എന്നേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതായത് UPI ആപ്പുകളുടെ ഉപയോഗം വ്യക്തികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ചില വ്യക്തികൾ UPI ആപ്പുകൾ ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോടെ വളരെ മിതമായ തോതിൽ പണം ചെലവഴിക്കും. അതേസമയം മറ്റു ചില വ്യക്തികൾ UPI ആപ്പുകളിലൂടെ അമിതമായ തോതിൽ പണം ചെലവഴിക്കും, അനാവശ്യ ചെലവുകൾ അതിലൂടെ നടത്തും. മറ്റു ചില വ്യക്തികളാകട്ടെ UPI ആപ്പുകൾ ഉപയോഗിച്ച് പണം കടം വാങ്ങും, സുഹൃത്തുക്കളിനോ ബന്ധുക്കളിനോ പണം കടം വാങ്ങും, എന്നിട്ട് കടം വാങ്ങിയ പണം UPI ആപ്പുകൾ ഉപയോഗിച്ച് ചെലവഴിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: UPI ആപ്പുകളല്ല ഇവിടുത്തെ വില്ലന്മാർ, മറിച്ച് പണം ചെലവഴിക്കുന്നവരുടെ സ്വഭാവമാണ് ഇവിടെ പ്രശ്നം. അതിനാൽ പുത്തൻ സാങ്കേതിക വിദ്യകളെ കുറ്റം പറയുകയല്ല വേണ്ടത്. പ്രത്യേകിച്ച് ഇന്ത്യ ഒരു ഡിജിറ്റൽ എക്കോണമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ UPI ആപ്പുകൾ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒട്ടേറെ പുതിയ നൂതന സംവിധാനങ്ങൾ ഇനിയും നിലവിൽ വരാൻ സാധ്യതയുണ്ട്. അത്തരം നൂതന സംവിധാനങ്ങളെയും സാങ്കേതിക വിദ്യകളെയും ഒന്നും നമുക്ക് ഒഴിവാക്കി നിർത്താൻ സാധിക്കുകയില്ല. മറിച്ച് പണം ചെലവഴിക്കുന്നതിൽ ജാഗ്രത പാലിക്കേണ്ടത് ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്വമാണ്. UPI ആപ്പുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ വ്യക്തികളെ കടക്കണിയിലേക്ക് തള്ളിയിടുമോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ട്രിൻസ്നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.